നമ്മുടെ മൊബൈലിൽ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായിട്ടുള്ള ഒരുപാട് ആപ്ലിക്കേഷൻസുകൾ ഇങ്ങനെ കൊത്തി നിറച്ചിട്ടുണ്ടാകും. എന്തിനാണ് ഇത്രയും ആപ്ലിക്കേഷൻസുകൾ നമ്മൾ ഉപയോഗിക്കുന്നത് മാത്രം വെച്ചിട്ട് ഉപയോഗിക്കാത്തതൊക്കെ നമുക്ക് റിമൂവ് ചെയ്യുന്നതല്ലേ നല്ലത്. കാരണം ഇങ്ങനെ ഒരുപാട് ആപ്ലിക്കേഷൻസുകൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാതെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലിൻ്റെ സ്റ്റോറേജ് പെട്ടെന്ന് ഫുള്ളാകും. അതുപോലെ തന്നെ മൊബൈൽ സ്പീഡ് കുറയും, ഹാങ് ആകും. അതുപോലെ തന്നെ നെറ്റ്വർക്ക് ഡാറ്റകൾ പെട്ടെന്ന് തീരും. കാരണം ഉപയോഗിക്കാത്ത ആപ്ലിക്കേഷൻസുകൾ, പക്ഷേ ബാക്ക്ഗ്രൗണ്ടിൽ ഡാറ്റകൾ ഇങ്ങനെ കാർന്ന് തിന്നുന്നുണ്ടാകും. അതൊക്കെ നമുക്ക് ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇതൊരു സെക്കൻഡ് കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ഇന്നത്തെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. നിങ്ങളുടെ മൊബൈലിൻ്റെ ഹാങ്ങിങ് പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ സ്പീഡ് കുറയുന്ന പ്രശ്നങ്ങൾ, ഡാറ്റകൾ പെട്ടെന്ന് തീരുന്ന പ്രശ്നങ്ങളൊക്കെ ഇതുവഴി നമുക്ക് പരിഹരിക്കാൻ സാധിക്കും. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ, ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തതിന് ശേഷം ഓളുന്ന ഭാഗം സെലക്ട് ചെയ്യുക. ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നെങ്കിൽ FTM ക്രിയേഷൻ എന്ന ഈ ഒരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്ത് വെക്കുക. നമുക്ക് പെട്ടെന്ന് തന്നെ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാൻ അതിനായിട്ട് പ്ലേ സ്റ്റോറാണ് ഓപ്പൺ ചെയ്യുന്നത് കേട്ടോ. ഇവിടെ പ്ലേ സ്റ്റോർ ഉണ്ട്. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വലതുവശത്ത് മുകളിൽ കാണുന്ന ആ ഒരു പ്രൊഫൈൽ ഐക്കണിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ടാപ്പ് ചെയ്യുക. അതിനുശേഷം ഇവിടെ മുകളിൽ തന്നെ മാനേജ് ആപ്സ് ആൻഡ് ഡിവൈസ് എന്ന ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും. ജസ്റ്റ് അവിടെ നിന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ മുകളിൽ 2 ഓപ്ഷനുകൾ നിങ്ങൾ കാണാൻ സാധിക്കും. ഒന്ന് ഓവർവ്യൂ എന്നും 2 മാനേജ് എന്നും 2 ഓപ്ഷനുകൾ. ഇതിൽ മാനേജ് എന്ന ഭാഗത്തേക്ക് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ച എല്ലാ ആപ്ലിക്കേഷൻസുകൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഒരുപാട് ടാബുകളുണ്ട്. ആദ്യത്തെ ടാബിൽ ഇൻസ്റ്റാൾഡ് എന്ന് നിങ്ങൾ കാണാൻ സാധിക്കും. അതായത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ച ആപ്ലിക്കേഷൻസുകളാണ് ഇതൊക്കെ. ഇനി ഈ ടാബുകളിൽ ഇൻസ്റ്റാൾഡ് എന്ന ടാബിലാണല്ലോ നമ്മൾ വെച്ചിരുന്നത്. അവിടെ ഒരു ഏരോ മാർക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ജസ്റ്റ് അവിടെ നിന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നോട്ട് ഇൻസ്റ്റാൾഡ് എന്ന ആപ്ലിക്കേഷൻ്റെ ഒരു ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും. അവിടേക്ക് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഇതിനു മുമ്പ് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ച് ഡിലീറ്റ് ചെയ്ത എല്ലാ ആപ്ലിക്കേഷൻസുകളും നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ജസ്റ്റ് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. നമുക്ക് ബാക്ക് വന്നിട്ട് വീണ്ടും ഇൻസ്റ്റാൾഡ് എന്ന ഭാഗത്ത് തന്നെ മാറ്റി കൊടുക്കാം. ഓക്കെ, ഇനി നമ്മളിവിടെ ചെയ്യേണ്ടത്, ഇവിടെ തൊട്ട് താഴെയായിട്ട് നമുക്ക് റീസെൻ്റ്ലി അപ്ഡേറ്റഡ് എന്ന ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും. അവിടെ ഒരു 3 ലൈൻസും നിങ്ങൾ കാണാൻ സാധിക്കും. അവിടെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്കിവിടെ 5 ഓപ്ഷൻസുകളുണ്ട്. ഇവിടെ 3ാമത്തെ ഓപ്ഷൻ ലീസ്റ്റ് യൂസ്ഡ് എന്ന ഓപ്ഷൻ നിങ്ങൾ തിരഞ്ഞെടുക്കുക. അങ്ങനെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈലിൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചു, പക്ഷേ നിങ്ങളുടെ മൊബൈൽ ഇൻബിൽട്ട് ആയിട്ടുള്ളതും അല്ലാത്തതുമായിട്ടുള്ള ഒരുപാട് ആപ്ലിക്കേഷൻസുകൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ഇതിൽ നിങ്ങൾക്ക് ആവശ്യമില്ലാത്തത് തിരഞ്ഞെടുത്തിട്ട് നിങ്ങൾ ഇവിടെ ടിക്ക് മാർക്ക് ഇതുപോലെ കൊടുത്തിട്ട് മുകളിൽ ഡിലേറ്റ് ചെയ്യുന്ന ഓപ്ഷനുണ്ട്. അതൊക്കെ നിങ്ങൾ ഡിലേറ്റ് ചെയ്ത് ഒഴിവാക്കിക്കഴിഞ്ഞാൽ ഇവിടെ തന്നെ എത്രത്തോളം MB നിങ്ങൾക്ക് ലാഭിക്കാൻ സാധിക്കും എന്ന് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഞാനിപ്പം 4 സെലക്ട് ചെയ്തിട്ടുള്ളൂ. 1.1 GB നമുക്ക് ഇതിലൂടെ ഇത് ഡിലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ഇങ്ങനെ നിങ്ങളുടെ മൊബൈലിൻ്റെ ഡാറ്റ സ്റ്റോറേജ് നിങ്ങൾ വീണ്ടെടുക്കാൻ ശ്രമിക്കുക. ഇത് 1ാമത്തെ ഓപ്ഷനാണ്. ഇനി 2ാമത് നമ്മൾ ചെയ്യേണ്ടത്, വീണ്ടും പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് വലതുവശത്ത് മുകളിൽ കാണുന്ന ആ ഒരു പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കുറച്ച് താഴെ നിങ്ങൾക്ക് ഇവിടെ പ്ലേ പ്രൊട്ടക്റ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ജസ്റ്റ് അവിടെ നിന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം വലതുവശത്ത് മുകളിൽ ഒരു സെറ്റിങ്സിൻ്റെ ഗിയർ ചിഹ്നം ഇവിടെ കാണാൻ സാധിക്കും. അവിടെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക. അതിനുശേഷം ഏറ്റവും താഴെ ഇവിടെ ആപ്പ് പ്രൈവസി എന്ന ഭാഗത്ത് പെർമിഷൻസ് ഫോർ അൺയൂസ്ഡ് ആപ്സ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ ഇൻസ്റ്റാൾ ചെയ്തു, പക്ഷേ മാസങ്ങളായിട്ടും നമ്മൾ യൂസ് ചെയ്യാതെ വെച്ചിട്ടുള്ള എല്ലാ ആപ്ലിക്കേഷൻസുകളും കാണാൻ സാധിക്കും. അവിടെ നിന്ന് യൂസ് ചെയ്യാത്ത ആപ്ലിക്കേഷൻസുകൾ മുഴുവനും നിങ്ങൾ റിമൂവ് ചെയ്യുക. കാരണം അതിൻ്റെ പെർമിഷൻ ഓൾറെഡി റിമൂവ് ആയിട്ടുണ്ടാകും. അതുകൊണ്ടാണ് ഈ ഒരു ഭാഗത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നത്. ഞാനതിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ അവിടെ ടാപ്പ് ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും അൺയൂസ്ഡ് ആപ്സ് എന്ന ഭാഗത്ത് നോ അൺയൂസ്ഡ് ആപ്സ് എന്ന് കാണിക്കുന്നുണ്ട്. ഞാൻ ഇതൊക്കെ റിമൂവ് ചെയ്ത് എൻ്റെ മൊബൈൽ ഒന്ന് സ്മൂത്ത് ആക്കി എടുത്തതാണ്. നിങ്ങളിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ആപ്ലിക്കേഷൻസുകൾ നിങ്ങളുടെ മൊബൈലിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതൊക്കെ നിങ്ങൾ ടിക്ക് മാർക്ക് കൊടുത്തിട്ട് ഡിലീറ്റ് ചെയ്ത് കളയുക. ഇങ്ങനെയൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മൊബൈലിൻ്റെ ഹാങ്ങിങ് പ്രശ്നങ്ങൾ, സ്പീഡ് കുറയുന്ന പ്രശ്നങ്ങൾ, സ്റ്റോറേജ് പെട്ടെന്ന് ഫുള്ളാകുന്ന പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ നിങ്ങളുടെ മൊബൈലിൻ്റെ ഡാറ്റ പെട്ടെന്ന് തീരുന്ന പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതുവഴി പരിഹരിക്കാനും നിങ്ങളുടെ മൊബൈൽ ഒരുപാട് നല്ല സ്മൂത്തായിട്ട് ഉപയോഗിക്കാനും നിങ്ങൾക്ക് കഴിയും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.